പണ്ടെന്റെ കണ്ണിന് ഒരുപാട് നനയിച്ചിട്ടുള്ള ഒരു സീരിയലാണ് ചന്ദനമഴ. കുറച്ച് ദിവസം മുമ്പ് ഏഷ്യനെറ്റ് യൂട്യൂബ് ചാനലിലൂടെ ചന്ദനമഴ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഫസ്റ്റോട്ട് റീവാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. വീണ്ടും ചിരിച്ചിരിച്ച് എന്റെ കണ്ണു കൂടെ ഒരുപാട് വെള്ളം വന്നു. നിങ്ങൾ ഈ സീരിയൽ പണ്ട് കണ്ടിട്ടുള്ള ആളാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പ് തരാം, ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടെ ചിരിച്ചിരിച്ച് നിങ്ങളുടെ ഊപ്പാട് നടക്കും. ഇന്ന് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത് കോമൺ സെൻസ് ഇല്ലാത്ത ഒരു ലോകത്തേക്ക്, ഓവർ ആക്ടിംഗിൽ PhD എടുത്ത ആളുകളുടെ ലോകത്തേക്ക്, ഡെയിലി ദുരിതങ്ങൾ കൊണ്ട് കരയുന്ന പണക്കാരുടെ ലോകത്തേക്ക്, അതെ ചന്ദനമഴയുടെ ലോകത്തേക്ക്. ഈ കഥ തുടങ്ങുന്നത് തന്നെ അമൃതയുടെ വിവരമില്ലായ്മയെ കാണിച്ചുകൊണ്ടാണ്. നീ ഒരു തെറ്റ് ചെയ്തു, ഓർക്കണം. എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാ? അത് സോറി. ഇതൊക്കെ പൊട്ട ഇംഗ്ലീഷാ. വലിയ ആൾക്കാർ സോറി നല്ല പറയുന്നത്. സോറി ബിച്ച് എന്നാ. എങ്ങനെ പറഞ്ഞു? സോറി ബിച്ച്. ഇതിലേറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ അമൃത 10ാം ക്ലാസ് ഉന്നത മാർക്കോടെ പാസ്സായ ഒരു പെൺകുട്ടിയാണ്. പാവം ഇംഗ്ലീഷ് എക്സാം മാത്രം ബിറ്റ് വെച്ചിട്ടാണ് പാസ്സായത്. ഇനി നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നെങ്ങനെ പറയാ? അത് ഞാൻ പറയാം, ഐ ലൈക്ക് യുവർ ആസ് എന്നല്ലേ. അയ്യോ ഇതും പൊട്ടയാ. വലിയ ആൾക്കാർ പറയുന്നത് യു ആർ എ ഫ്രോഡ് എന്നാ. A few minutes later. സോറി ബിച്ച്. ദൈവമേ, ഞാൻ ബിച്ചാണെന്ന് ഇവൾക്ക് എങ്ങനെ മനസ്സിലായി? യു ആർ എ ഫ്രോഡ്. ഇവൾക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം. ഇവളങ്ങനെ വെറുതെ പുറത്തു വിടാൻ പറ്റില്ല. ശരി. ഇങ്ങനെയാണ് നമ്മുടെ ഹീറോയിനെ മീറ്റ് ചെയ്യുന്നത്. അമൃതന്റെ 2 തെറി കേട്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് അമൃതയോട് ക്രഷ് അടിച്ചു. 2 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അവരുടെ കല്യാണവും കഴിഞ്ഞു. ഞാനിവിടെ ഉണ്ട്. ഉണക്കാൻ വെച്ചിരിക്കാം. തുടങ്ങി ഞെട്ടാൻ തുടങ്ങി. ഇനി അടുത്ത 5 മിനിറ്റ് വിവിധ ആംഗിളിലുള്ള നെറ്റൽ റിയാക്ഷൻ മാത്രമായിരിക്കും. പാവ അർജുനേട്ടൻ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് തുണ്ടിനോളെടുത്ത് ആ ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് സന്തോഷത്തോടെ ഉല്ലസിച്ച് ആ തുണ്ടെടുത്ത് ഒന്നും കൂടി കാണാമല്ലോ പറഞ്ഞിട്ട് തപ്പി വരുമ്പോൾ ഇതാണ് അവസ്ഥ. മലരെ എന്റെ 25 വീഡിയോസ് 12 കാലത്ത് വെള്ളത്തിൽ ഒളിപ്പിച്ച് കളഞ്ഞു. ഇന്ന് നിന്റെ ഹാർഡ് ഡിസ്ക് എടുത്ത് ഉണക്കാൻ വെക്കും, നാളെ നിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും, മറ്റന്നാൾ നിന്റെ ലാപ്ടോപ്പ് എടുത്ത് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടും. ഇതുപോലുള്ള സൈക്കോ പെണ്ണിനെ കല്യാണം കഴിച്ച് നമ്മുടെ ജീവിതം തന്നെ ഊമ്പും. അല്ല വർഷനെ പോലെയുള്ള പെണ്ണിനെ കല്യാണം കഴിച്ച ജീവിതം രക്ഷപ്പെടുത്താം. ഒരു കാര്യം വന്നുപോയി, ഒരു ലാപ്ടോപ്പ് വേണം. എന്തിന്? ഇടയ്ക്കൊക്കെ ഒന്ന് പിമ്മിട്ട് കഴുകി ഉണക്കാലോ. ഇതൊക്കെ പിന്നെയും സഹിക്കും. പക്ഷെ ഇത് കഴിഞ്ഞ് അവസാനം അടുത്ത എപ്പിസോഡിന്റെ ഒരു പ്രോമോ കാണിക്കും. അതാണ് സഹിക്കാൻ പറ്റാത്തത്. ചന്ദനമഴ ക്ലൈമാക്സിലേക്ക്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. അവനവന്റെ ആവനാഴിയിലെ അവസാന അസ്ത്രങ്ങൾ തൊടുക്കുകയായി. ഇതിന്റെ പ്രോമോയില് ഡയലോഗ് കേട്ടതൊന്നും ഗെയിം ഓഫ് ത്രോൺസിലെ അവസാന യുദ്ധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. അവനവന്റെ ആവനാഴിയിലെ അവസാന അസ്ത്രങ്ങൾ തൊടുക്കുകയായി. നോക്കി നിൽക്കാതെ പാമ്പിനെ അടിച്ചു കൊല്ല്. ഇത് നാഗരാജാവാ, ഉപദ്രവിക്കാൻ പാടില്ല. എന്നാ പിന്നെ കൊല്ലാമെന്ന പാമ്പിനെ കെട്ടിപ്പിടിച്ച ഒരു ഫ്രഞ്ച് കിസ് കൊടുക്കും. ഭർത്താവിനെ പാമ്പിന്റെ നിന്ന് രക്ഷപ്പെടുത്താൻ അമൃത ചെയ്യുന്നത് എന്ത്? ഓപ്ഷൻ എ പാമ്പിനെ തല്ലിക്കൊല്ല, ഓപ്ഷൻ ബി ഭർത്താവിനെയും കൊണ്ട് അവിടെ നിന്ന് ഓടുക, ഓപ്ഷൻ സി വണ്ടിയിൽ കയറിയിരിക്കുക, ഓപ്ഷൻ ഡി സഹായത്തിനായി നിലവിളിക്കുക. യു ഗൈസ് ആർ റോങ്, ഇറ്റ്സ് ഓപ്ഷൻ ഇ. പാമ്പിന്റെ നിന്ന് കരഞ്ഞുകൊണ്ട് അനുഗ്രഹം വാങ്ങുക. ഇതെന്റെ ഭർത്താവാ, എന്നെ വിധവയാക്കരുത്, സുമംഗലിയായിരിക്കാൻ അനുഗ്രഹിക്കണം. ഭർത്താവിന് കൊല്ലാമെന്ന പാമ്പ് അമൃതയുടെ ഒലിപ്പിക്കൽ വേണ്ടി ഡിപ്രസ്ഡ് ആയി മരവിച്ചുപോയി പാമ്പിനെ എടുത്ത് നമ്മുടെ അമൃത മാളത്ത് കൊണ്ടുവച്ചു. ബിക്കോസ് ഓഫ് ബാക്കിയുള്ളതിന് മുമ്പിൽ ഷോ കാണിക്കാൻ. രംഗം 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി രംഗം 2 അമൃതയുടെ നന്മയെ എൻഹാൻസ് ചെയ്ത് കാണിക്കാനുള്ള 5 ഡയലോഗ് സീൻസ്. മോളെ, നീ ദേശായ കുടുംബത്തിൽ കിട്ടിയ മഹാപുണ്യമാണ്. അമൃത, നിന്റെ ജീവൻ പണയം വെച്ചാണ് അർജുനെ നീ രക്ഷപ്പെടുത്തിയത്. നിന്നോട് ഞങ്ങൾ എല്ലാവരും കടപ്പെട്ടിരിക്കുക. അയ്യോ, എന്തൊരു വളിപ്പ് ഓവർ ആക്ടിങ് അടേ. കൊല്ലാമെന്ന പാമ്പിന്റെ മുമ്പിൽ കരഞ്ഞോണ്ട് യാചിക്കുന്ന ഒരു ഹീറോയിനും അത് കണ്ട് പ്രോത്സാഹിക്കുന്ന വേറെ കുറെ വാണങ്ങൾ. ഇതൊക്കെയാണല്ലോ എന്റെ അമ്മ ഹോട്ട്സ്റ്റാറിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് റീവാച്ച് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് കരച്ചിൽ വരുന്നത്. ചന്ദനമഴയിലെ ഒരു എപ്പിസോഡിലെ ടാസ്ക് ആണ് ദേശായി കുടുംബത്തെ ആരെങ്കിലും ആ കനലിലൂടെ നടക്കണം. ഇത്തിരി ബോധമുള്ള ആരും ആ കനലിൽ കൂടെ നടക്കാൻ തയ്യാറാവില്ല. പക്ഷെ നമ്മുടെ അമൃത ഭക്തി എന്ന് കേട്ട ഉടനെ തന്നെ ചാടിക്കയറി നടക്കാന്ന് പറയും. ഞാൻ ദേവിക്ക് പൂജ ചെയ്യും. അമൃത നീയോ? ഞാൻ ചെയ്യാമേ. വേണ്ട, നീ ഇത് ചെയ്യണ്ട. This is the moment that Amrita reveals his Nagavalli disorder. ഇത് എന്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാ. ഞാൻ പൂജ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. നമ്മുടെ അവിടെ ഉച്ച സമയത്ത് ചെരുപ്പിടാതെ റോഡിലൂടെ നടക്കുമ്പോൾ തന്നെ കാല് വെന്ത് അലുഫാമായിട്ടുണ്ടാകും. ഇവിടെ അമൃത ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് എന്ത് കൂളായിട്ടാണ് ആ കനലിന്റെ മേലെ കൂടെയൊക്കെ നടക്കുന്നത്. ദൈവമേ, ഫിസിക്സ് എന്താണെന്നും കൂടി അറിയാത്ത പോങ്ങന്മാരാണല്ലോ ഈ സീരിയൽ എടുത്തിരിക്കുന്നത്. തീക്കെട്ടിന്റെ മേലെ കൂടെ നടന്നിട്ട് അമൃതന്റെ കാലിൽ ചെറിയൊരു പൊള്ളല് പോയിട്ട് ചെറിയൊരു പോറല് കൂടിയില്ല. ചന്ദ്രമായ യൂണിവേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഇത്. ഭക്തി ഉണ്ടെങ്കിൽ ഏത് കനലിന്റെ മേലെ കൂടി നടക്കാം, പൊള്ളലേക്കില്ല. അത് കഴിഞ്ഞ് നമ്മുടെ അമൃതയെ നമ്പൂതിരിച്ചേട്ടൻ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അമൃതയ്ക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടിയിരിക്കുന്നു.
ഇത് അപൂർവ ഭാഗ്യമാണ്. ദേവി ചൈതന്യം എന്നും ഇവർക്കുണ്ടാവും. ആഹാ, നല്ല ബെസ്റ്റ് നമ്പൂതിരി. തീന്റെ വില കൂടെ നടക്കുമ്പോഴേക്ക് അമൃതയ്ക്ക് ദേവി ചൈതന്യം കിട്ടും. ഇതിനേക്കാളും കോമഡി ഇത് കഴിഞ്ഞ് അമൃതയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പാർവതി ദേവിയുടെ ഒരു ദൂതം വരും. നാം വന്നത് ദേവി പാർവതിയുടെ സന്ദേശം അറിയിക്കാനാണ്. നമ്മുടെ മനസ്സിൽ ദേവി പ്രവേശിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് പറയാം. അമൃത ദേവിയുടെ അനുഗ്രഹം കിട്ടിയ പെൺകുട്ടി. ഇമാതിരി ബ്ലണ്ടർ സാധനങ്ങളൊക്കെ എങ്ങനെയാണോ പണ്ടത്തെ ആളുകൾ കണ്ടോണ്ടിരുന്നത്. ഇത് നിനക്ക് ഞാൻ തരുന്ന ശിക്ഷയാ. 24 മണിക്കൂറും നീ ഇതിട്ട് നടക്കണം. അടുക്കളപ്പണി മുതൽ കിടന്നുറങ്ങുന്നത് വരെ ഇതിട്ടുകൊണ്ടായിരിക്കണം. അതിനെന്തിനെ കിടന്ന് മോങ്ങുന്ന സ്വർണം തന്നെ ഇടാൻ പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ ഇവൾക്ക് സ്വർണ്ണമൊന്നും ഇല്ലാന്ന് പറഞ്ഞായിരുന്നു മോങ്ങല്. ഇപ്പൊ സ്വർണ്ണം ഇട്ട് കൊടുത്താൽ അതിന് മോങ്ങാൻ തുടങ്ങി. ഇതിലേതെങ്കിലും എടുത്തു മാറ്റിയ പകരം അതിന്റെ ഇരട്ടി നിന്റെ ശരീരത്തിൽ ഞാൻ അണിയിക്കും. എന്റെ അമ്മ, ഇത്രയും ക്രൂരമായിട്ടുള്ള ശിക്ഷ നരകത്തിലും കൂടി കിട്ടില്ല. എന്താ ഈ കുട്ടിയെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഒരു മിണ്ടാപ്രാണിയല്ലേ അവള്? മിണ്ടാപ്രാണി എവളോ? പ്രാണിയാണ് സമ്മതിച്ചു, പക്ഷെ മിണ്ടാത്തെന്ന് പറഞ്ഞ സമ്മതിക്കും. ഇവളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ആരും സംസാരിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടന്ന് ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഊരിക്കളയണമെന്ന് അദ്ദേഹം പറയുന്നു. ഊരിക്കളഞ്ഞ വീണ്ടും അത്രയും തന്നെ ഇടുന്ന അമ്മ. ഭഗവാന് ഒരു വഴി കാണിച്ചു താ. ചന്ദനമഴയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലൊരു എപ്പിസോഡിലും കൂടി അമൃത കരയാത്തതായിട്ടില്ല. ഇന്ന് സ്വർണ്ണം കൂടി എന്ന് പറഞ്ഞിട്ടായിരിക്കും കരയുന്നത്, നാളെ സ്വർണ്ണം ഇല്ലാന്ന് പറഞ്ഞിട്ടായിരിക്കും കരയുന്നത്, മറ്റൊന്ന് സ്വർണ്ണത്തെ ഈ ചീർന്ന് പറഞ്ഞിട്ടായിരിക്കും കരയുന്നത്. ഞാനിവിടെ അതിസാഹസ്യമായി കണ്ടുപിടിച്ച ഒരു ഹിഡൻ ഡീറ്റെയിൽ പറയാം. ചന്ദനമഴയിൽ ഫസ്റ്റ് പെയ്യുന്ന മഴ ഇറ്റ്സ് നോട്ട് മഴ, ഇറ്റ്സ് ദ കണ്ണീർ ഓഫ് അമൃത. വെറുപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടം വരെ ആരെങ്കിലും കണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് നന്ദി. മേഘന ചന്ദനമഴയിൽ അമൃതയായിട്ട് മാത്രമല്ല റിയൽ ലൈഫിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞ് എയറിൽ കയറിയിട്ടുണ്ട്. പണ്ടൊരു വശം ബോംബെയിലും ചെന്നൈയിനൊക്കെ വേറെ രാജ്യം എന്ന് പറഞ്ഞ ഒരുപാട് ട്രോൾ ഏറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഷൂട്ടിന്റെ കാര്യത്തിനാണെങ്കിൽ കൂടെ വേറെ രാജ്യത്ത് അല്ലെങ്കിൽ ദുബായ്, ഇത് ചെന്നൈ, ബോംബെ, ഇവിടെയൊക്കെ പോവാറുണ്ട്. ഈ ബോംബെയും ചെന്നൈയൊക്കെ എന്ന് മുതലാണ് വേറെ രാജ്യമായി മാറിയത്. മലയാള സീരിയൽസിന് ഒരുപാട് പേരെടുത്ത് ട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചന്ദ്രമഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചന്ദ്രമഴയെ മറ്റൊരു TV ചാനൽ തന്നെ ആണെങ്കിൽ അതിന്റെ ഫാമിലി വ്ളോഗേഴ്സിനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കൂടി പോയി കാണാം. അത് ഇതിനേക്കായി അടിപൊളിയായിരിക്കും. ആ വീഡിയോ കാണാനായി ഇവിടെ ക്ലിക്ക് ചെയ്താൽ. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.